ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആട്ടിൻകാൽ സൂപ്പ്, നല്ല തനി നാടൻ രുചിയിലൊരു ആട്ടിൻകാൽ സൂപ്പ്. നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ പോഷകങ്ങൾ നൽകുന്ന ഒരു സൂപ്പാണ് ആട്ടിൻകാൽ സൂപ്പ്. മഴക്കാലത്ത് കർക്കിടക മാസത്തിലൊക്കെ ഇത് കഴിക്കാൻ പറ്റിയൊരു സമയമാണ്. നല്ല റിച്ച് പ്രോട്ടീനും കൂടിയാണ് കേട്ടോ. പിന്നെ മുട്ടുവേദന, കാലുവേദന, കൈവേദന ഒക്കെ ഉണ്ടാവില്ലേ, അന്നേരമൊക്കെ ഈ പഴമക്കാർ കുടിക്കാൻ പറയുന്നൊരു സൂപ്പാണിത്. പ്രസവത്തിന് ശേഷം ലേഡീസിനൊക്കെ ഇത് കുടിക്കാൻ കൊടുക്കാറുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം അറിയിക്കുക. പിന്നെ കൊളസ്ട്രോളും ഷുഗറുള്ളവരൊന്നും ഇത് കഴിക്കണ്ട കേട്ടോ. എന്തായാലും നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോകാം. സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 4 ആട്ടിൻകാലാണ് എടുത്തിട്ടുള്ളത്. ഇത് മട്ടൺ ഷോപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ അവർ കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കി തരും. പക്ഷേ എന്നാലും വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓരോരോ പീസായിട്ട് എടുത്ത് ക്ലീൻ ചെയ്യേണ്ടി വരും. കാരണം അതിൽ ഈ ആടിൻ്റെ രോമങ്ങളൊക്കെ ചിലയിടത്ത് പിടിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് എടുക്കണം. ഇനി നമുക്ക് ഈ ആട്ടിൻകാല് ഒരു കുക്കറിലിട്ട് കൊടുക്കാം. അതിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 സവാള അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ ഈ ആട്ടിൻകാല് മുങ്ങത്തക്ക വിധത്തിലുള്ള വെള്ളവും ഒഴിച്ച് നമുക്ക് അടുപ്പിൽ വെക്കാം. 1 വിസിൽ വന്നതിന് ശേഷം ഒരു 15 ടു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് കഴിഞ്ഞ് ആവിയൊക്കെ പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നല്ലോണം ആട്ടിൻകാല് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞത് കുറച്ചൊന്ന് ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. കുറച്ച് നല്ലോണം ഒന്ന് വഴന്നതിന് ശേഷം, കൂടുതൽ മൊരിയുണ്ട് കേട്ടോ, കുറച്ചൊന്ന് വഴന്നതിന് ശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ആട്ടിൻകാലിൻ്റെ സൂപ്പ് ഇതിലൊഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. കൂടുതൽ മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉപ്പൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചേർത്തോ. കൂടുതൽ മസാല ചേർത്ത് കഴിഞ്ഞാൽ ഈ തനി നാടൻ രുചി എന്തായാലും കിട്ടില്ല. സൂപ്പിന് ഏകദേശം ഇത്ര മസാല മാത്രം മതി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, നല്ല ഹെൽത്തിയാണെന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ ഇപ്പോൾ ഫാറ്റാന്ന് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാരൊക്കെ ഇത് അവോയ്ഡ് ചെയ്യുകയാണ്. പക്ഷേ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.